ആണത്. എന്തിനാ ഇസ്ലാഹി പ്രസ്ഥാനം വന്നത്? ചേക്കുട്ടി പാപ്പയുടെയും കണ്ണേറിന്റെയും ജിന്നുബാധയുടെയും അതുപോലെ തന്നെ ചെകുത്താൻ കൂടലിന്റെയും അന്ധവിശ്വാസങ്ങളിൽ ആണ്ടുകിടന്നിരുന്നൊരു സമുദായത്തെ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്താനായിരുന്നു. എന്നാൽ നമ്മൾ കാണുന്നത് 1990-കൾക്ക് ശേഷം 2000-ന്റെ ശേഷം നമ്മൾ കാണുന്നത് അതേ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് പ്രസംഗമാണ്. എന്ത്? ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭാര്യമാർ രാത്രികാലങ്ങളിൽ മഗ്‌രിബിന്റെ ശേഷം പുറത്തിറങ്ങിയാൽ അവരെ ജിന്ന് പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ പ്രസംഗിച്ചു. എന്ത്? എൻ്റെ ഉമ്മാന്റെ അടുത്ത് ജിന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. എന്തിനാ ഇസ്ലാം? എന്താണ് ഈമാൻ? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. നിർഭയത്വമാണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ മനുഷ്യരുടെ മെച്ചമെങ്കിൽ അതിന്റെ കടങ്ങൾ കത്തിവെച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രചരണം നടത്തി. എന്താണത്? ഈ നാട്ടിൽ ജിന്ന് എന്ത് ചെയ്യും? മനുഷ്യരെ ഉപദ്രവിക്കാൻ തുടങ്ങും. മനുഷ്യ സ്ത്രീകളുമായിട്ട് ജിന്നുകള് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. തീർന്നില്ല, മനുഷ്യൻ എന്തെന്ത് പ്രവർത്തനം നടത്തുമ്പോഴും അവിടെയൊക്കെ ജിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഗ്‌രിബിന്റെ ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. പിന്നെ നിങ്ങളൊരു വെള്ളം, ചൂടുവെള്ളം പോലും ഒഴുക്കിക്കളയാൻ പാടില്ല, അവിടെയൊക്കെ ജിന്നുണ്ടാകും. ഇത്തരത്തിൽ 1920-കളിൽ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് എന്തൊരു അന്ധവിശ്വാസത്തെയാണോ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിന്ന് ഉച്ചാടനം ചെയ്തത്, അതേ അന്ധവിശ്വാസത്തിലേക്ക് മുസ്ലിം സമുദായത്തെ തിരിച്ചു വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. നമ്മുടെ നാട്ടിലെ വിസ്റ്റം സഹോദരങ്ങൾ, ഞാനിത് പേരെടുത്ത് പറയുന്നത്, ഈ നാട്ടിലെ പൊതുജനങ്ങൾ പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് വയല് കേൾക്കുന്നത് ഇവരുടെയൊക്കെ പ്രസംഗം കേട്ടിട്ടായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഇതാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. സഹോദരങ്ങളെ, ഡ്യൂപ്ലിക്കറ്റാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ട വിസ്റ്റം സഹോദരങ്ങളോട് വിനയാന്വിതമായി ചോദിക്കാനുള്ളൊരു ചോദ്യം, നിങ്ങൾക്ക് ഈമാനിന്റെ പേരിൽ കിട്ടുന്ന നിർഭയത്വം എവിടെയാണ്? ശരീരത്തിലേക്ക് ജിന്ന് കയറുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്ന നിർഭയത്വത്തിന്റെ അർത്ഥമെന്ത്? മറ്റൊരു ഭാഗം കൂടിയുണ്ട്. എന്താണ്? ഇപ്പൊ ബഹുമാനപ്പെട്ടൊരു മൗലവി, പാവം, അയാൾ പഠിച്ചതനുസരിച്ച് മിമ്പർമ കയറിയിട്ടൊരു ഖുത്ബ നടത്തി. എന്താ ഖുത്ബ? അയാൾ നേരത്തെ മഹാനായ KP മുഹമ്മദ് മൗലവിയുടെ, സെയ്ദ് മൗലവിയുടെ ഒക്കെ പ്രസംഗം കേട്ടിട്ടുള്ള ഒരാളാ. അയാൾ മിമ്പർമെന്ന് പറഞ്ഞു, ഈ മനുഷ്യരുടെ ശരീരത്തിലേക്ക് ജിന്ന് കയറുമെന്ന്, എന്തെങ്കിലും അഭൗതികമായ രൂപത്തിൽ ഒരു ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റുമെന്നൊക്കെയുള്ള വിശ്വാസം ഇസ്ലാമിന്റെ തൗഹീദിന് ഘടകവിരുദ്ധമാണ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നൊരു സമൂഹത്തിന്റെ പണ്ഡിത സംഘടന അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പറഞ്ഞത് തെറ്റാണ്, തിരുത്തണം. ഈ പ്രദേശത്ത് CD ടവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന KNM-ന്റെ പ്രവർത്തകന്മാരുണ്ടെങ്കിൽ വിനയാന്വിതനായിട്ട് എൻ്റെ ഒരു ചോദ്യം, നിങ്ങളും വിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങളും ഈ നാട്ടിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ സമസ്തക്കാർക്ക് പറയാനുള്ളത്? അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കാം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ വിശ്വാസം കേരളത്തിലെ സമസ്തക്കാരുടെ? മഹാനായ മൊഹീദ്ദീൻ ഷേഖിനോട്, മഹാനായ CM വലിയുല്ലാഹിയോട് അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കാം. അവര് കാണണമെന്നില്ല, അവർ അദൃശ്യമായി നിൽക്കുമ്പോഴും അവരോട് ചോദിക്കാം. എന്താ CD ടവറും വിഷ്ടവും ഒക്കെ വിശ്വസിക്കുന്നത്? ഒരു പ്രദേശത്ത് കൂടി നടന്നു പോകുമ്പോൾ അവിടെ കാണാൻ സാധ്യതയില്ലാത്ത അദൃശ്യരായി നിൽക്കുന്ന ജിന്നുകൾ ഉണ്ടെങ്കിൽ അവരോട് സഹായം ചോദിക്കാം. അത് ശിർക്കല്ല, അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കുകയാണ്. കൂട്ടരെ,
കോഴിക്കോട് കടപ്പുറത്തൊരു ഐക്യ സമ്മേളനം നടത്തുക. സമസ്ത കേരള ജംഇയ്യത്തുൽ കേരള നദുവത്തുൽ മുജാഹിദീൻ CD ടവറും വിസ്റ്റവും ഒക്കെ കൂടിയിട്ട് സംയുക്തമായിട്ടൊരു ഐക്യ സമ്മേളനം നടത്തിയാൽ കേരളത്തിൽ ഒരുപാട് ശല്യം ഒഴിവായി കിട്ടും. അത്രേ ആ വിഷയത്തിൽ മർക്കസു ദഅവ KNM പറയാനുള്ളൂ. നമുക്ക് പറയാനുള്ളത്, നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് ഒരു കുട്ടിച്ചാത്തനെയും പേടിക്കാത്ത, ഒരു പിശാചിനെയും പേടിക്കാത്ത, ഒരു ജിന്നുബാധയെയും പേടിക്കാത്ത, രാവിലെ എഴുന്നേറ്റ് പുറത്തു നിൽക്കുമ്പോൾ ഒരു മുട്ടയുടെ മുകളിൽ, ഒരു കരിക്കിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ നശിപ്പിക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ് എന്ന് വിശ്വസിച്ച് വറളി പൂണ്ട് ബേജാറായി നടക്കുന്നതിൽ നിന്ന് മാറിയിട്ട് അല്ലാഹുവേ, നീ തന്നതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ തരാൻ ആരുമില്ല എന്ന അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം അത് മനുഷ്യർക്ക് സ്ഥൈര്യം നൽകും, മനുഷ്യർക്ക് ഉറപ്പ് നൽകും, വിശ്വാസത്തിന്റെ ദൃഢത നൽകും. ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലയാണ് മർക്കസു ദഅവ മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളക്കരയോട് പ്രബോധനം ചെയ്യാനുള്ളത്. സഹോദര